വിദ്വേഷ പരാമർശത്തിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം ഹൈക്കോടതിയിൽ നടന്നത്. ഒരു തരത്തിലുള്ള ആനുകൂല്യവും PC ജോർജിന് നൽകാൻ കഴിയില്ല എന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഒരു ചാനൽ ചർച്ചയ്ക്കിടെയാണ് PC ജോർജിന്റെ ഭാഗത്തു നിന്ന് വിദ്വേഷ പരാമർശമുണ്ടായത്. അതിന് പിന്നാലെ തന്നെ വിവിധയിടങ്ങളിൽ പരാതി ഉയരുകയും ചെയ്തു. ആ പരാതിക്ക് പിന്നാലെയാണ് പോലീസ് കേസെടുക്കുകയുണ്ടായത്. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ തന്നെ അറസ്റ്റിലേക്കെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിലാണ് ഇപ്പോൾ കോട്ടയം ജില്ലാ സെഷൻസ് കോടതി PC ജോർജിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നത്. ജനുവരി 5-നായിരുന്നു ഒരു ചാനൽ ചർച്ചയിൽ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ് എന്ന തരത്തിലുള്ള PC ജോർജിന്റെ ഭാഗത്തുനിന്ന് വിവാദ പരാമർശം ഉണ്ടാകുന്നത്. ഈ വിവാദ പരാമർശത്തിൽ യൂത്ത് ലീഗ് ആയിരുന്നു പരാതി നൽകിയത്. ആദ്യം പരാതി നൽകിയത് ഈരാറ്റുപേട്ട പോലീസാണ്. യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ കേസെടുത്തത്. വിവരങ്ങൾ ജോസി ബാബു നൽകും. ജോസി, കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളിയിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങാൻ തന്നെയാണോ സാധ്യതകൾ? സ്വാഭാവികമായും ഇനി അറസ്റ്റ് നടപടികൾക്ക് പോലീസിന് താമസമില്ല, അല്ലെങ്കിൽ മറ്റ് നിയമ തടസ്സങ്ങളില്ല. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലിരുന്ന സാഹചര്യത്തിലാണ് അറസ്റ്റ് നടപടികൾ വൈകുന്നതെന്നൊരു വിശദീകരണമായിരുന്നു നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. കഴിഞ്ഞ ജനുവരി 5-ന് നടന്ന ചാനൽ ചർച്ചയിലാണ് ഈ വിവാദമായ പരാമർശം PC ജോർജ് നടത്തിയത്. ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും വർഗീയവാദികളാണ് എന്നായിരുന്നു PC ജോർജിന്റെ വിവാദ പരാമർശം. ഇതേ തുടർന്ന് യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ പിന്നീട് ജനുവരി 10-ന് പോലീസ് കേസെടുക്കുകയും ഈരാറ്റുപേട്ട പോലീസാണ് കേസെടുത്തത്. തുടർ നടപടികളിലേക്ക് കടന്നത്. ഇതിന് പിന്നാലെയാണ് PC ജോർജ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചത്. 4 തവണ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചിരുന്നു. ഇന്നലെ വീണ്ടും ഈ കേസ് ഹർജി പരിഗണിച്ചപ്പോൾ വിശദമായ വാദം പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും കോടതി കേട്ടു. പ്രധാനമായും പ്രോസിക്യൂഷൻ പറഞ്ഞത് മുൻപ് പലതവണ ഇത്തരത്തിലുള്ള ചെയ്തികൾ നടത്തിയ ആളാണ് PC ജോർജ്. ഒരു കാരണവശാലും PC ജോർജിന് മുൻകൂർ ജാമ്യം നൽകരുത്. അത്തരം നടപടി ഉണ്ടായാൽ അത് തെറ്റായ സന്ദേശമായിരിക്കും സമൂഹത്തിന് നൽകുക. കർശനമായ നടപടി സ്വീകരിക്കണം. അറസ്റ്റ് തുടർ നടപടികളിലേക്ക് കടക്കാൻ അനുമതി വേണം. അത്തരം നടപടികൾ ഈ കേസിന് ആവശ്യമാണ് എന്നാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരുന്ന പ്രധാനപ്പെട്ട വാദങ്ങൾ. അതേസമയം PC ജോർജ് മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്. ദീർഘകാലം MLA ആയി പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് PC ജോർജിന് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. കൂടാതെ കേവലം നാക്കുപിഴ മാത്രമാണ് സംഭവിച്ചത്. PC ജോർജ് മറ്റൊരു തരത്തിലാണ് ആശയം ഉദ്ദേശിച്ചതെന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. പ്രധാനമായും ചാനൽ ചർച്ചയിൽ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് നാക്കുപിഴ സംഭവിച്ചു, മുസ്ലിം എന്ന് മാത്രമായി ചുരുങ്ങിപ്പോയതാണ് എന്നുള്ള ഒരു ബാലിശമായ വാദമായിരുന്നു പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. എന്നാൽ കോടതി ഇക്കാര്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ നടപടിയിൽ നിന്ന് വ്യക്തമാകുന്നത് PC ജോർജിന് മുൻകൂർ ജാമ്യമില്ല. സ്വാഭാവികമായും പോലീസിന് അറസ്റ്റ് നടപടികൾക്ക് തടസ്സമുണ്ടാവില്ല. അതേസമയം PC ജോർജ് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിവ്യ, അങ്ങനെയെങ്കിൽ ജോസി, മേൽക്കോടതിയെ സമീപിക്കാൻ PC ജോർജ് ഒരുങ്ങുന്നുണ്ടെങ്കിൽ അതിന് മുൻപായി തന്നെ അറസ്റ്റ് ഉണ്ടാകുമോ, അതോ അതിലൊരു തീരുമാനം വരുന്നത് ഒരു അന്വേഷണ സംഘം കാത്തിരിക്കുമോ? അന്വേഷണ സംഘം അതിനായി കാത്തിരിക്കുമോ എന്നത് അറിയില്ല. എന്തായാലും നേരത്തെ നമുക്ക് ഒട്ടേറെ ആക്ഷേപങ്ങൾ ഇത് സംബന്ധിച്ച് കേട്ടിരുന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് വിവിധ പരാതികൾ, ഈ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ പരാതികൾ ഉയർന്നു വന്നപ്പോൾ പോലീസ് ഒരു അമാന്തം ഇക്കാര്യത്തിൽ കാണിച്ചിരുന്നു. കേസെടുക്കുന്നതിനും മറ്റു നടപടിക്രമങ്ങൾക്കും ഒട്ടേറെ സമയം വേണ്ടി വന്നിരുന്നു. സംസ്ഥാനത്തുടനീളം വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 7ഓളം പരാതികൾ ലഭിച്ചു. ഏറ്റവും ഒടുവിൽ ഈ പരാതി നൽകി ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ഓരോ തരത്തിലുള്ള പരാതിയിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. അത്തരത്തിലുള്ള ഒരു ആക്ഷേപം പോലീസ് കേട്ടിരുന്നു. കൂടാതെ ഈ കേസിന്റെ ജാമ്യ ഹർജി വേളയിൽ പോലീസിന്റെ ഒരു നിലപാടും വളരെ അത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. എന്തായാലും പോലീസ് ഇനി ദ്രുതഗതിയിൽ ഇത്തരത്തിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമോ? എന്തായാലും പരാമർശം വിവാദമായതിന് പിന്നാലെ ഖേദപ്രകടനം നടത്തി തടിതപ്പാനുള്ള ശ്രമവും PC ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ലേ? തീർച്ചയായും ദിവ്യ, ഇത്തരത്തിൽ ഈ വിവാദമായതിന് പിന്നാലെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ക്ഷമാപണം നടത്തി ഈ വിഷയത്തിൽ ഉൾപ്പെട്ട ആളാണ്. അത്തരം കോടതി വിധികൾ, പ്രത്യേകിച്ച് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെയും
കൊച്ചി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലും സമാനമായ കേസുകൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് ഉണ്ടായ ജാമ്യം നൽകിയപ്പോൾ ഉണ്ടായ കോടതി ഉത്തരവുകളടക്കം പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ആ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഉത്തരവുകളിൽ പ്രധാനമായും ഇത്തരത്തിൽ ഈ പ്രവൃത്തികൾ ആവർത്തിച്ചാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും നടപടികളും ഈ പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു ആ ജാമ്യ ഉത്തരവിലുണ്ടായിരുന്നു. അക്കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ജാമ്യ ഹർജി തള്ളിയത്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പരിഗണിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ നടപടി കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം പോലീസ് നേരത്തെ 2 തവണ പല കേസുകളിലും PC ജോർജിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇത്തരത്തിൽ അത് വളരെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ PC ജോർജിന് കഴിഞ്ഞു, അല്ലെങ്കിൽ സർക്കാർ തന്നെ വേട്ടയാടി എന്ന തരത്തിൽ സർക്കാരിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ PC ജോർജിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കരുതിക്കൂട്ടി അല്ലെങ്കിൽ വളരെ കരുതലോട് മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ പോലീസ് നീങ്ങുക എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. PC ജോർജിനെ വീട്ടിൽ കയറി അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചോ അറസ്റ്റ് ചെയ്താൽ അത് PC ജോർജിന് രാഷ്ട്രീയമായ നേട്ടമാകുമെന്ന് തന്നെ പോലീസും സർക്കാരും കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ PC ജോർജിനെ വിളിച്ചു വരുത്തിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനായിരിക്കും പോലീസ് ശ്രമിക്കുക. എന്നാൽ അത്തരത്തിൽ പോലീസ് നടപടികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. ശരി, ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. PC ജോർജിന് തിരിച്ചടി തന്നെയാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിലാണ് PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോട്ടയം ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നത്. ജനുവരി 5 നടന്ന ചാനൽ ചർച്ചയിലായിരുന്നു മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ് എന്ന PC ജോർജിന്റെ വിവാദ പരാമർശമുണ്ടായത്. ആ വിവാദ പരാമർശത്തിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെ ഖേദപ്രകടനം നടത്തി തഴുതപ്പാനുള്ള ശ്രമവും PC ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ അതൊന്നും ഫലം കണ്ടിട്ടില്ല. യൂത്ത് ലീഗിന്റെ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസാണ് കേസെടുത്തത്. കേസിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ PC ജോർജ് തള്ളിയത്. പക്ഷേ ഇന്നലെ വിശദമായ വാദം കേട്ട ശേഷം കോടതി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ജോസി ബാബു നൽകിയത്.